അപ്പോൾ ഹലോ, ഞങ്ങൾ ഇവിടെ ഞങ്ങളുടെ കോൺവാൾ സ്ക്വയറിൽ ഞങ്ങളുടെ ഇവിടെ അടുത്തുള്ള ആകെ ഒരു മാളാണ്. അവിടെ ഫാമേഴ്സിൻ്റെ ഒരു കടയിൽ വന്നേക്കുവാണ്. അപ്പോൾ ഇവിടെ കുറച്ചുകൂടെ ഓർഗാനിക് ആയിട്ടുള്ള അവർ ഡയറക്റ്റായിട്ട് സെല് ചെയ്യുന്ന കാര്യങ്ങളാണ് കാണിച്ചു തരാം. ഇത് കണ്ടോ, ഇവിടെയെല്ലാം ആപ്പിളാണ്. ഇത് ക്രിസ്പ് പിങ്ക് ആപ്പിൾ എന്നാണ് ഇതിൻ്റെ പേര്. ഇതൊന്നും ഞങ്ങൾ കഴിച്ചിട്ടില്ല കേട്ടോ. എന്താണ് റെഡ് പ്ലാന്റ്സ്. ഇത് കഴിച്ചിട്ടില്ല. ഈ സാധനം എന്താണ് അറിഞ്ഞുകൂടാ, അതുകൊണ്ട് മേടിക്കുന്നില്ല, റിസ്ക് എടുക്കുന്നില്ല. അതെടുത്തു. ഇത് നമുക്കിങ്ങനെ കാണിച്ചേ. ഈ ബാസ്ക്കറ്റ് ഇങ്ങനെ ഒരു ബാസ്ക്കറ്റാണ്. ഈ ബാസ്ക്കറ്റ് ഹാഫ് ബാസ്ക്കറ്റ് $15, ഫുള്ളാണെങ്കിൽ $35. അപ്പോൾ ഇവിടെ അത്യാവശ്യം സാധനങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. സവോളയുണ്ട്, ചുമന്ന സവോളയും യെല്ലോ ഓനിയൻസ് ഉണ്ട്. എനിക്ക് അറിഞ്ഞുകൂടാ, ഞാനൊരു വീഡിയോ എടുത്തോട്ടൊന്നും മിണ്ടായിരിക്കാവോ. പിന്നെ പൊട്ടറ്റോ ഉണ്ട്, പിന്നെ യെല്ലോ ബീൻസ് കണ്ടോ, യെല്ലോ ബീൻസ്, പിന്നെ കുറേ സാധനമുണ്ട്. ഇത് കണ്ടോ, ഇതെന്നാണെന്നറിയാമോ? ഇത് എന്താണ്, കൂണ്. പക്ഷെ നമ്മുടെ ഒരു ടേസ്റ്റ് ഉണ്ട് കേട്ടോ. അതുപോലെ ഇത് കണ്ടോ, ഇതിൻ്റെ പേരാണ് മക്കിൻഡിഷ് ആപ്പിൾ. കണ്ടോ, 2 കളറൊക്കെ ആയിട്ട്. ഇത് പാഷൻ ഫ്രൂട്ടാണ്. ഇത് ഹണി പാഷൻ ഫ്രൂട്ട് എന്നാണ് പേര്. കണ്ടോ, കൊളംബിയയുടെ സാധനം. നല്ല മണമാണ് കേട്ടോ. ഇത് ഒരെണ്ണം ഇവിടെ ഓപ്പൺ വെച്ചിട്ടുണ്ട്, അതുകൊണ്ട് നല്ല സ്മെല്ലാണ്. ഇതേ ഇവിടെ നിൽപ്പുണ്ട് കണ്ടോ. ഇത് എന്തോ ഇത് പ്ലാന്റ്സ് അല്ല കേട്ടോ, പിയർ ഫ്രൂട്ട് അതാണ്. അത് പലതരത്തിലുള്ള ഇത് പച്ച, ഇത് എനിക്കങ്ങനെ പറയാൻ അറിയത്തുള്ളൂ. ഇത് ഗ്രീൻ ആപ്പിൾ, ഇത് ഗ്രേപ്പ് ഫ്രൂട്ടാണ് കേട്ടോ. ഇതിൻ്റെ അകത്ത് നമ്മുടെ മാപ്പിള നാരങ്ങയുടെ ഒക്കെ ഇതുപോലെ കേക്കിനകത്തൊക്കെ നമ്മൾ കാണുന്നു. അതുപോലെ ഇത് കണ്ടോ, ഇത് പീച്ചാണ് കേട്ടോ. പീച്ചിൻ്റെ റെഡ് കളറുള്ള, അതിന് വേറൊരു പേരാണ് പറയുന്നത്, നെക്ടേറിയൻസ് എന്നാണ് പറയുന്നത്. പിന്നെ ഓറഞ്ച് ഉണ്ട്, അതേ അവക്കാഡോസ് ഉണ്ട്, മാംഗോസ് 2 ടൈപ്പ് മാംഗോ ഉണ്ട്, നല്ല മണമാണ്. ഇതാണ് കിവി. ഞങ്ങളുടെ ബാസ്ക്കറ്റ് ഏകദേശം മുക്കാലായിട്ടുണ്ട്. ഞങ്ങൾ ഫ്രൂട്ട്സാണ് കേട്ടോ മെയിനായിട്ട് കോൺസെൻട്രേറ്റ് ചെയ്തത്. ഇവിടെ അത്യാവശ്യം വെജിറ്റബിൾസൊക്കെ ഇവിടെ ഇരിപ്പുണ്ട്, പക്ഷേ അത് നമ്മളിപ്പോൾ തൽക്കാലം എടുക്കുന്നില്ല. ഫ്രൂട്ട്സാണ് മെയിൻ. കണ്ടോ, അങ്ങനെ ഞങ്ങൾ കുറേ സാധനങ്ങൾ ഇവിടെ വന്നിട്ട് ഇതുവരെ കഴിച്ചിട്ടില്ലാത്ത സാധനങ്ങൾ വരെ എടുത്തിട്ടുണ്ട്. കാരണം ഇത് നമ്മൾ ഒന്നെങ്കിൽ നിറച്ചെടുക്കുകയാണെങ്കിൽ $30. അതുകൊണ്ട് നമ്മൾ നിറച്ചെടുത്ത സാധനങ്ങളാണ്. അതെ, അപ്പോൾ ഞങ്ങൾ സാധനങ്ങളൊക്കെ മേടിച്ചു ബില്ല് ചെയ്യാൻ വേണ്ടി. എൻ്റെ ഈ കോലം കണ്ടിട്ട് വേറെ ഒന്നും വിചാരിക്കും, ഞാൻ നൈറ്റ് ഷിഫ്റ്റ് കഴിഞ്ഞിട്ട് വന്ന അതാണ് ഇങ്ങനെയൊക്കെ ഇരിക്കുന്നത്. ഇത് എനിക്ക് തോന്നുന്നു ഓർഗാനിക് ആയിട്ട് ഇവരുടെ സെറ്റപ്പാണെന്ന് തോന്നുന്നു. വീറ്റി ഹൈലൈറ്റ്സ്. ഇത് ജാമാണ് കേട്ടോ, പല ഫ്ലേവറിലുള്ള പെപ്പർ ജെല്ലി എന്തൊക്കെ പല സ്ട്രോബെറി ഉണ്ട്, ബ്ലൂബെറി ഉണ്ട്, 3 ബെൽ പെപ്പറിൻ്റെ ജാമോ. ഇപ്പോൾ ഈ കാണുന്നത് $30 സാധനങ്ങളാണ്. ഒരുപാടുണ്ട് കേട്ടോ. അത് കാണുന്ന പോലെ അല്ല, ഒരുപാടുണ്ട്. ഞങ്ങളുടെ ഫ്രിഡ്ജ് ഫുള്ള്, ഏകദേശം താഴത്തെ നില ഫുള്ള് നിറഞ്ഞായിരുന്നു. അതുപോലെ ഉണ്ടായിരുന്ന സാധനങ്ങൾ എല്ലാം അടിപൊളിയായിരുന്നു, നല്ല ടേസ്റ്റായിരുന്നു. എന്തായാലും ഞങ്ങൾ ഇനിയും അവിടെ തന്നെ പോകാൻ ചാൻസ് ഉണ്ട്. സാറ്റർഡേ സൺഡേസ് ആണ് കൂടുതലും അവരുള്ളത്, വീക്കെൻഡ്സ് മാത്രമേ ഉള്ളൂ. അപ്പോൾ അത്രേ ഉള്ളൂ. ബൈ.